ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. നമ്മുടെ മിട്ടു കുറച്ച് നേരത്തെ എണ്ണിച്ചിട്ടുണ്ടായിരുന്നു. എണ്ണിച്ചിട്ട് എൻ്റെ കാലയിൽ കിടന്ന് മാന്തുമൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പം പുള്ളിക്കാരന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മിട്ടുവിൻ്റെ ആ മണ്ണ് വെക്കുന്ന സംഭവമില്ലേ, അത് അങ്ങ് നിർത്തി കേട്ടോ. ഇപ്പം പാത്രത്തിൽ മണ്ണ് വെക്കാറില്ല, വേറൊന്നുമല്ല, മിട്ടു ആണെങ്കിൽ അതിലപ്പിയിട്ട് അത് മാന്തി ഇട്ടിട്ട് ആ മണ്ണിൽ തന്നെ കിടന്ന് ഉറങ്ങുമായിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനിയും മുതൽ മണ്ണ് വെക്കേണ്ട. പിന്നെ നമ്മൾ നേരത്തെ മിട്ടു ഇറങ്ങിപ്പോകുന്ന ആ ഒരു വഴിയില്ലേ, അത് അച്ഛൻ കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഇറങ്ങിപ്പോവുകയും കയറി വരികയും ചെയ്യാമല്ലോ. ഇപ്പം ഇടയ്ക്ക് മിട്ടു നേരത്തെ എണ്ണിക്കും കേട്ടോ. ഇന്ന് ഞാനും കുറച്ച് നേരത്തെ എണ്ണിച്ചു, കാരണം അച്ഛനും ഉണ്ട്. അതുകൊണ്ട് അച്ഛന് കഴിക്കാൻ ഫുഡ് കൊടുക്കേണ്ടതുകൊണ്ട് നേരത്തെ എണ്ണിച്ചു. പിന്നെ ആണെങ്കിൽ മിട്ടുവിൻ്റെ ഫുഡ് ആ ഒരു വഴി കൂടെ വലിയ പൂച്ചകൾക്കും കയറാൻ പറ്റും. അതുകൊണ്ട് ഇവിടുത്തെ കള്ളിപ്പൂച്ചകളും ഞാൻ ഉറങ്ങുന്ന സമയത്ത് കയറി വന്ന് ഫുഡ് തിന്നുന്നുണ്ട്. ഇനി അതിനെയൊക്കെ ഓടിക്കേണ്ടി വരും രാത്രി ഞാൻ ഉണർന്നിരുന്നിട്ട്. അങ്ങനെ ഞാൻ എന്താ കതവൊക്കെ തുറന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അച്ഛനുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും നേരത്തെ എണ്ണിച്ചത്. അല്ലെങ്കിൽ കുറേ നേരം കൂടെ കഴിഞ്ഞിട്ട്, നേരത്തെ എന്ന് പറഞ്ഞാൽ 8:15 ആയിട്ടുണ്ട്. ഇത് എനിക്ക് കുറച്ച് നേരത്തെയാണ്, ഞാൻ ഇത്രയും നേരത്തെ എണ്ണിക്കാറില്ലല്ലോ. പിന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് വന്നിട്ട് അടുക്കളയിൽ വന്ന് ചായക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് കല്ല് ചൂടായി. ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഇവിടെ മിക്ക ദിവസവും ഗോതമ്പ് ദോശയാണ്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കുറേയേറെ ഗോതമ്പ് കിട്ടും. അപ്പോൾ ഒന്നീ ഗോതമ്പ് ദോശ അല്ലെങ്കിൽ പുട്ട്. നിങ്ങൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലൊക്കെ കാണുന്നതാണല്ലോ, സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കുവാണ്. പിന്നെ ചായക്ക് പാലും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പുറകിനൊരാൾ വാല് പോലും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഞാൻ അടുക്കളയിൽ വരുമ്പം എൻ്റെ കൂടെ അടുക്കളയിൽ, ഞാൻ അപ്പുറത്ത് ഹാളിൽ പോകുമ്പം എൻ്റെ കൂടെ അപ്പുറത്ത് ഹാളിൽ, ഇങ്ങനെ എൻ്റെ പുറകിന് നടക്കും. അങ്ങനെ ദോശയും ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി, ചായയൊക്കെ ഇട്ട് ഞാനതെല്ലാം കൂടെ കഴിക്കുകയാണ്. പിന്നെ അച്ഛനും കഴിക്കാൻ കൊടുത്തു. അച്ഛൻ കഴിച്ചിട്ട് എണ്ണിച്ച് പോയി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എന്താണ്ട് കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കൺവെൻഷൻ നടക്കുന്നുണ്ട് താഴെ. അത് എന്തോ മറ്റേ പാർട്ടിയുടെ എന്തോ എലക്ഷൻ കൺവെൻഷൻ ആണെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നല്ല വെയിലായിരുന്നു. ഒരു 10:30-11 മണി സമയമാണിത്. നല്ല പൊരിഞ്ഞ വെയിലത്ത് നമ്മളിവിടെ വന്ന് പ്രസംഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റംസാൻ മാസമായിട്ട് പോലും ഇത്രയും ആൾക്കാർ നമ്മുടെ ഇവിടെ ഒരു ഇതുപോലെ പാർട്ടിയുടെ ഒരു പരിപാടി വെച്ചപ്പോൾ ഇത്രയും പേരും വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സഹകരണം എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ അങ്ങനെ പാർട്ടിയിലൊന്നും ഇതുവരെ അങ്ങനെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ നമുക്ക് ഒരു പാർട്ടി ഉണ്ടാവുമല്ലോ, അതിൽ നമ്മുടെ ഏരിയയിൽ നമ്മളെ സഹായിക്കുന്ന ഒരു പാർട്ടി ഉണ്ടാവുമായിരിക്കുമല്ലോ, ആ പാർട്ടിയിലായിരിക്കുമല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇന്ന് ജസ്റ്റ് ഇതിന് പോയപ്പോഴത്തേക്കിനും ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് എടുത്തുന്നേ ഉള്ളൂ. എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുത്തതല്ലേ. ഏറ്റവും പ്രിയമുള്ളവര്, വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്ത് സംജാതമാകുകയാണ്. ഇവിടുത്തെ ഈ പിന്നെ വീട്ടിൽ വന്ന് അച്ഛൻ കുറേ നേരം മിട്ടുവിനെയൊക്കെ കളിപ്പിക്കുമായിരുന്നു. മിട്ടുവിനെ കുറച്ച് നേരം എടുത്ത് അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളിപ്പിക്കും കേട്ടോ. പിന്നെ ഉറങ്ങാൻ പോകുമ്പോൾ മിട്ടുവിനെ എടുത്തുകൊണ്ടാണ് കയറുന്നത്. പിന്നെ ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മറ്റേ ഫോറൻസിക്കോ ആ മൂവിയാണെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു പടം. അത് കഴിഞ്ഞിട്ട് ഞാനും പോയി കിടന്നുറങ്ങി. ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണിച്ച് വന്ന അച്ഛൻ ഇപ്പോഴും ഉറക്കമാണ്. എനിക്ക് ഇന്നത്തെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വല്ലാണ്ട് എടുക്കാൻ പറ്റിയില്ല, കാരണം ആ ഒരു പ്രോഗ്രാമിന് പോയിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. ഇവിടെ പാത്രം കഴുകാനൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. ഇനിയും എനിക്ക് ജോലി കിടക്കുന്നതേ ഉള്ളൂ. ഇനിയും പാത്രം കഴുകണം, ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. എനിക്ക് വലുതായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ നല്ല വെയിലായിരുന്നു. വെയിലത്ത് കരിഞ്ഞു വാടി ഒരു പരുവമായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. ഞാൻ ഒരുപാട് പ്രതീക്ഷയിലെടുത്തതാണ് കേട്ടോ. ഇന്നത്തെ ഫുള്ള് ഡേ എടുക്കാം അങ്ങനെയൊക്കെ എടുത്തതാണ്. പക്ഷേ കൺവെൻഷൻ്റെ കാര്യം ഞാൻ ഓർത്തില്ല. എന്തായാലും പകുതി എടുത്തു വെച്ചല്ലേ എന്ന് വിചാരിച്ച് ബാക്കിയും കൂടെ അങ്ങ് എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.